ഇന്നത്തെ കാലത്തൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിം പണ്ഡിതൻ, ആ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളോട്, അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്ന ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് ഒരു മുസ്ലിം പണ്ഡിതൻ നടത്തുന്ന പ്രഭാഷണത്തെ മുസ്ലിം നാമധാരികൾ തന്നെ പരസ്യമായി യൂട്യൂബിൽ വിചാരണ ചെയ്യുന്ന കാലമാണെന്ന്. ആശയവ്യതിയാനങ്ങളല്ല പറയുന്നത്, അത് വേറെ. രണ്ട് ആശയമുള്ള ആളുകളുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്യും, അതല്ല. ആ ഒരു എന്തിനാണ് ഇങ്ങനെ പറയുന്നത് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അതേ മതത്തിൻ്റെ ആളുകൾ തന്നെ, അത് പാണ്ഡിത്യത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകൾ പണ്ഡിതന്മാരുടെ ഓരോ ക്ലിപ്പിംഗ് വെച്ചിട്ട് കട്ട് ചെയ്ത് അത് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ ലോജിക്കൽ സൈഡ് വല്ലാതെ മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അടുത്തും കുറേ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുതിയ കാലത്ത് മാതാപിതാക്കൾ അള്ളാഹുവിനെ കുറിച്ചും അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും പരിചയപ്പെടുന്ന വിഷയത്തിൽ നമ്മൾ കുറച്ച് കുട്ടികളുടെ കുറച്ച് ലോജിക്കൽ സൈഡ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഈ ധാരാളം ചോദ്യങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പോകുന്ന കുട്ടി, +2-നും ഡിഗ്രിക്കും പോകുന്ന കുട്ടി ധാരാളം ചോദ്യങ്ങൾ സഹപാഠികളിൽ നിന്ന് കേൾക്കുന്നുണ്ട് പടച്ചവനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. അവിടെ നമ്മൾ മിണ്ടാതിരിക്കണം, അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് മറുപടി ആവില്ല. ആ മറുപടി അവിടെ പോയിട്ട് അവന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോളജബിൾ ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ കൃത്യമായിട്ട് Q&A സെഷൻ കൃത്യമായിട്ട് കുട്ടികൾക്ക് നടക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് വിഷയത്തിലുള്ള സൊല്യൂഷൻ ഉണ്ടാവും. കുട്ടികൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആരോടാണ് ചോദ്യം ചോദിക്കേണ്ടത്, എപ്പോഴാണ് ചോദിക്കേണ്ടത് എന്നതിന് കൃത്യമായ സോഴ്സ് അവർക്കില്ലാത്തതുകൊണ്ട് അവർ ആ ചോദ്യങ്ങളെ സപ്രസ് ചെയ്യും. അവരുടെ ചോദ്യങ്ങൾക്ക് ലോജിക്കൽ സൈഡിൽ നിന്ന് ആൻസർ കൊടുക്കുന്നത് അത്തീസ്റ്റുകളാണ്, നിരീശ്വരവാദത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അവർ പതുക്കെ കാരണം അതാ സൗകര്യം, അത് സൗകര്യമാണ്. കാരണം ഒന്നും പണിയെടുക്കണ്ട, ഇത് ഒരുപാട് 5 വട്ടം നിസ്കരിക്കണം, ഇത് പണിയുള്ള കാര്യമാണിത്. അതിലൊരു പണിയില്ല, ഒന്നും ചെയ്യേണ്ടത് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട സമൂഹത്തിൻ്റെ ധാർമ്മികതയുടെ കണ്ണിൽ നിന്ന് നോക്കുന്ന സമയത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരാൾക്ക് എളുപ്പം എന്ന് പറയുന്നത് അത്തീസ്റ്റ് ആവുന്നതാണ്. കാരണം മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങളുടെ എൻ്റെയും കുടുംബത്തിൽ നിന്ന് അത്തീസ്റ്റുകളായി മാറുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് നമുക്ക് തോന്നുന്നു കുഴപ്പമൊന്നും, പള്ളിക്ക് വരുന്നുണ്ടാവും, എല്ലാം വരുന്നുണ്ടാവും, പള്ളിക്ക് വരുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ അടുത്ത് ഒരു പണ്ഡിതൻ്റെ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടി 100% നിരീശ്വരവാദിയായിരിക്കുന്നു. ഇത് ഗൗരവമുള്ള വിഷയമാണ്. മതമായിട്ട് ടച്ചില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ഹാപ്പിനെസ് ഉള്ള അതിലധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ വീടുകളിൽ കുറഞ്ഞു വരുന്നുണ്ട്. അത് വലിയ വലിയ പങ്കുവെക്കുന്നുണ്ട് അതിൽ, ഈ വിഷയത്തിൽ. അതുപോലെ ഒരു പങ്കുവെക്കലുകൾ നടന്നിരുന്നു പഴയ കാലത്ത്, എല്ലാ വിഷയത്തിലും. ആ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ പുതിയ കാലത്ത് കുടുംബത്തിൽ വല്ലാതെ കുറഞ്ഞു വരികയാണ്. എന്ന് പറഞ്ഞാൽ മക്കൾ ഒന്നിച്ചിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു സമയം കൃത്യമായിട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മൾ ഉണ്ടാകുന്നില്ല. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെണ്ണുങ്ങൾ പൊതുവേ ആണുങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ കുറിച്ച് ഭാര്യമാർ പൊതുവെ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ എപ്പോഴും പറയുന്നൊരു പരാതി, പുള്ളിക്കാരൻ മുഖത്ത് നോക്കി സംസാരിക്കില്ല എന്നാണ്. അത് മുഖത്ത് നോക്കാനുള്ള എന്താ പറയുക, പേടിയുണ്ടോ ബഹുമാനം കൊണ്ടൊന്നുമല്ല. അത് വേറെ ആൾ പറഞ്ഞ് ഞാൻ കേട്ടു. ഒരു ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ കുറിച്ച് പറഞ്ഞു കേട്ടു, 7 കൊല്ലമായിട്ട് എനിക്ക് അവനെ അറിയാം, ഇന്ന് വരെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് ബഹുമാനം കൊണ്ടാണ്. അതല്ല ഇത് മുഖത്തേക്ക് നോക്കാത്തത് ഒരാൾ മൊബൈലിലും മറ്റൊരാൾ മൊബൈലിലും, ഒരാൾ ടാബിലും ഒരാൾ മൊബൈലിലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ പരസ്പരമുള്ള ആ ഒരു മാനസികമായ അടുപ്പത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട്. അത് ഹാപ്പിനെസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭാവമാണത്, അതിൻ്റെ കാരണമാണത്. കുറച്ച് മുമ്പ് ഒരു സ്കൂളിൽ ഒരു മാഷ് ജോലി ചെയ്യുമ്പോൾ ഓഫീസ് റൂമിൽ നിന്ന് തമാശയിൽ അധിഷ്ഠിതമായ പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ദിവസം തമാശയിൽ ഒരു മേരി ടീച്ചർ എന്നൊരു ടീച്ചറുണ്ട് സ്കൂളിൽ. അപ്പോൾ ഒരു തമാശയ്ക്ക് ഇവരിങ്ങനെ ചർച്ച ചെയ്ത്, മേരി ടീച്ചർക്ക് കുറച്ചൊരു മീശ ഉണ്ട്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ചർച്ച. അത് ചെറിയൊരു ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ചെറിയൊരു അളവിൽ ഒരു ഇൻക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ മേരി ടീച്ചറുടെ മീശയാണ് ചർച്ച, ചെറിയ മീശയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഈ മീശയെ കുറിച്ച് ചർച്ചയൊക്കെ ഉണ്ടായിട്ട് ഭർത്താവിന് രസമായിട്ട് തോന്നി. അങ്ങനെ അപ്പോൾ വീട്ടിലെത്തി ഭാര്യനോട് ഇത് പറഞ്ഞു, ഇത് ആർക്കും ഇഷ്ടാവില്ല, മേരി ടീച്ചർ മീശ ആർക്കും ഇഷ്ടാവില്ല, പറ ഭാര്യയ്ക്ക് ഇഷ്ടാവോ? ഭാര്യ നിങ്ങൾ പറയാം, ഒന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ആക്ക്, മേരി ടീച്ചറുടെ മീശ ഭാര്യയ്ക്ക് ഇഷ്ടാവോ? ഇഷ്ടാവില്ല. പുള്ളിക്കാരി ഒന്നും പറഞ്ഞില്ല. ഇയാളിങ്ങനെ ഭയങ്കര ചിരിയൊക്കെ കഴിച്ചിട്ട് മേരി ഇതൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് നോക്കുമ്പോൾ ചിരിയൊന്നും വല്ലാതില്ല, എന്തോ ഒരു പന്തികേട് തോന്നുന്നു. മിണ്ടിയില്ല, കൂടുതലൊന്നും മിണ്ടിയില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇയാളങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഇഷ്ടികൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു മുറ്റത്ത്. അത് തടഞ്ഞിട്ട് ഇയാൾ വീഴാൻ പോയി. അപ്പോൾ ഭാര്യനോട് ചൂടായി, ഈ നടന്നു വരുന്ന സമയത്ത് ഇഷ്ടികൻ്റെ കഷ്ണമൊക്കെ വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, മേരി ടീച്ചർ എത്രയും ചെറിയ മീശ കാണുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ ഇഷ്ടികക്കാരിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്.
എന്നാണ് ഞാൻ പറഞ്ഞത്. കാണേണ്ടത് കാണാതിരിക്കുകയും പറയേണ്ടത് പറയാതിരിക്കുകയും നോക്കേണ്ടത് നോക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാനസികമായിട്ട് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാനോ പറയാനോ ഒന്നും ഞാൻ പറയുന്നില്ല, ഒന്ന് സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടി പറയാം. കൺസൾട്ടിങ്ങിന് വരുമ്പോൾ മിക്കവാറും നമ്മൾ കാണും, ഞാൻ ചില ആൾക്കാരോടൊക്കെ പറയും ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് പറയട്ടോ എന്ന് പറയാറുണ്ട്. പക്ഷെ പേരൊന്നും ഞാൻ പറയാറില്ല, സ്ഥലമൊന്നും പറയില്ല. എന്താ വിഷയം എന്നറിയോ? എത്ര മക്കളാന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ 1 2 3 4 5 മക്കളാണ് എണ്ണത്. ഞാൻ നാളെ വീട്ടിൽ പോയപ്പോൾ ഒരാളെ കുറിച്ച് ചോദിച്ചു. ആൾ എനിക്കറിയാം, എൻ്റെ കൂടെ പഠിച്ച ആളാണ്, ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ആ വീട്ടിലെ പെൺകുട്ടി എൻ്റെ കൂടെ പഠിച്ചാൽ അത് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഉപ്പാനോട് ഓൾ എത്രാമത്തെ കുട്ടിയാണെന്ന് വെച്ചപ്പോൾ മൂപ്പരിങ്ങനെ ഉണ്ട്, എത്ര രണ്ടിട്ട് കിട്ടുന്നില്ല. അല്ല മൂപ്പർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, 12 മക്കൾ മൂപ്പർക്കുണ്ട്. അത് നല്ലതാണ്. കാരണം അൽ വദൂദ് എന്ന് പറഞ്ഞാൽ വലൂദാണ്, അത് നല്ലത് തന്നെ. ഒരു പ്രോപ്പറായിട്ടുള്ള നോക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി വേണം. പിന്നെ ഹൗലേനി കാമലേനി ഒരു മാന്യത കാണിക്കും വേണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോയാൽ ഓക്കെ, നല്ല കാര്യമാണ്. അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് കിട്ടിയില്ല, ഇയാൾക്ക് കിട്ടിയില്ല. എന്നിട്ട് ഭാര്യനോട് പോയി ചോദിച്ചു, അല്ലടി നമുക്ക് ഓളെ എത്ര കുട്ടികളുണ്ട്? എന്നിട്ട് ഓരോ 4 എന്ന് പറഞ്ഞിട്ട് എണ്ണിക്കൊണ്ടിരുന്നു. അത് ഒരുപാട് പ്രായമായത് കൊണ്ട് മെമ്മറി തകർന്നു പോയത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതല്ല. അപ്പം എൻ്റെ അടുത്ത് ഒരു വാപ്പ മോനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു, സാറേ ഇവൻ 6ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. മോൻ പറഞ്ഞു, പാപ്പ ഞാൻ 7 അല്ല. അപ്പോഴും എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ വേറെ ഏതോ ഒരു കുട്ടീനെ പിടിച്ചിട്ട് എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ അതും സംഭവിക്കാം. പുതിയ കാലത്തെ ഒരു തമാശക്കഥ ഉണ്ട്. അങ്ങനെ ഒരു വീട്ടിലെ ഉമ്മ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ 3-4 മക്കളെല്ലാവരും കൂടി ബാപ്പ അങ്ങനെ വിരിച്ചു കൊടുത്തിട്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് അപ്പുറത്തെ വീട്ടിൽ പോകണം. അപ്പോൾ ആ പറഞ്ഞു, കിടക്കട, രാവിലെ പോയി കളിക്കട, ഇപ്പോൾ ഈ രാത്രി ആരാ കളിക്കാനുണ്ടാവും, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്ക് അപ്പുറത്തെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, എടാ ഇത് രാത്രി ഇല്ലടാ, എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ പിന്നെ കിടന്ന് മൂന്നാമതും പറഞ്ഞു. അപ്പോഴും വാപ്പ ഒന്ന് പറഞ്ഞിട്ട് കിടത്തി. 4ാമത് എഴുന്നേറ്റ് എഴുതുമ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു, വാപ്പ അവൻ പോയിക്കോട്ടെ, അവൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. ഇതൊരു സാങ്കല്പികമായ കഥയാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. പക്ഷേ വിഷയം എന്താണെന്ന് അറിയാം, മറ്റേ എനിക്കുണ്ടായ അനുഭവമാണ് ആദ്യം തൊട്ടുമുമ്പ് പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഇപ്പോൾ 4 കുട്ടികളുടെ വാപ്പ സദസ്സിലുള്ള ആൾക്കാരെ ആലോചിച്ച് പോവുക. നമ്മുടെ കുട്ടികൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് ഡിവിഷനിലാണ് തുടങ്ങിയതിനെ കുറിച്ചൊരു കൃത്യമായ ധാരണ ഉണ്ടോ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളിങ്ങനെ പറയാം, ഓ അങ്ങനെ ഇവിടുന്ന് രാവിലെയാണ് പോകാറുണ്ട്, ഫീസൊക്കെ കൊടുത്തേക്കലുണ്ട്, അതിനപ്പുറത്ത് കൃത്യമായിട്ടൊന്നും അറിയില്ല എന്നാണെങ്കിൽ പിന്നെ അവിടെ തുടങ്ങുന്നു ഈ പ്രശ്നം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് സമാധാനം, സന്തോഷം, സമാധാനം അടക്കട്ടെ, കുറച്ചുകൂടി വലിയ ചർച്ചയാണ്. സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് ഒറ്റ വഴിയേ ഉള്ളൂ. ശരിക്കും എന്താണ് സമാധാനത്തിന് ഒറ്റ വഴിയുള്ളൂ, അത് അലാപിതിക്കില്ല. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, അത് ഒരുപാട് പറയാനുണ്ട്. സൈക്കോളജിക്കൽ ഡിസ്കഷൻസ് ഉണ്ട്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചിൻ്റെ സ്റ്റഡീസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് അങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം ആൻഡ്രൂ കോർണിയാസിനെ പോലെ, ലൂയിസ് എൽ ഹേയെ പോലെയുള്ള പുതിയ കാലത്തുള്ള കുറേ സൈക്കോളജി 10, 20, 25, 30 വർഷക്കാലം പഠനം നടത്തിയിട്ട് പറയുന്നത്, ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹവന്നഫ്സിനെ തോൽപ്പിക്കണം എന്നാണ്. ഒരു ഹവന്നഫ്സ് എന്നുള്ള വാക്കല്ല പറയുന്നത്, ആഗ്രഹങ്ങളെ മറികടക്കാൻ കഴിയണമെന്ന് പറയുന്നുണ്ട്. അത് 2-3-4 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന വിഷയമാണ്. അമ്മാമൻ ഖാഫ് മഖാം റബ്ബി അൻഹന്നഫ്സ അനിൽ ഹവ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, സന്തോഷം എന്ന് പറയുന്ന അത് ഈ സമാധാനത്തിൻ്റെ താഴെ വരുന്ന ഒരു വികാരമാണ്. സന്തോഷത്തിൻ്റെ മേലെ വേറുണ്ട്, എക്സ്റ്റസി ഉണ്ട്, ബ്ലിസ് ഉണ്ട്, ആനന്ദം, പരമാനന്ദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഏറ്റവും ബേസിക് ലെവലിലെങ്കിലും വരേണ്ട ഒരു സാധനമാണ്. അതിന് മേലെ ഒരുപാട് ഗുണങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അത് തുടങ്ങേണ്ടത് തന്നെ പരസ്പരം മനസ്സിലാക്കലുകളിലൂടെയാണ്. ഇപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, ഭാര്യമാരെപ്പം വന്നാലും പരാതി പറയാം, എനിക്ക് എന്ത് കിട്ടിയില്ല എന്ന്. ഭർത്താക്കന്മാർ വന്നാൽ പറയാം, എനിക്ക് എന്ത് കിട്ടിയില്ല എന്നാണ്. മക്കൾ വന്നാലും അങ്ങനെയാണ് പറയാം. ഇന്ന് വരെ ആരും ഞാനെന്ത് കൊടുത്തില്ല എന്ന് പറയാറില്ല. ഞാനെന്ത് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ചർച്ചയിൽ ആരും ഫോക്കസ് ചെയ്യാറില്ല. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ചർച്ചയുടെ അടിസ്ഥാനം എന്താണെന്നറിയോ? ഈ ചർച്ചയുടെ അടിസ്ഥാനം ഞാനാണ്. അന ഈ അന പോവാതെ സംഗതികളൊന്നും ഫത്തഹായി കിട്ടൂല എന്നുള്ളത് പ്രശ്നവുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എപ്പോഴും നോക്കുന്നത് ഭർത്താവിൻ്റെ കുറ്റമാണ്, ഭർത്താവ് എപ്പോഴും നോക്കുന്നത് ഭാര്യൻ്റെ കുറ്റമാണ്, മാതാപിതാക്കൾ മക്കൾ മാതാപിതാക്കളുടെയും കുറ്റമാണ് മൊത്തത്തിൽ പറഞ്ഞാൽ നോക്കുന്നത്. ഇതിൽ നിന്നൊന്നും മാറിയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ ഒരു ടീച്ചർ എന്നോട് ഒരു അനുഭവം പറഞ്ഞു. ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ക്ലാസ്സിന് സാധാരണമായിട്ട് സ്കൂളുകളിൽ, കോളേജുകളിൽ ഒരുപാട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, ചെറിയ ക്ലാസ്സാണ്, ആ കുട്ടിയോട് കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കോപ്പി ഉണ്ടാവില്ലേ ഈ ഇങ്ങനെ 4 പേരൊക്കെ വരച്ചിട്ട്, അപ്പോൾ കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കോപ്പി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒരു പേജാണ് എഴുതാൻ പറഞ്ഞത്. ഈ കുട്ടി 3-4 പേജ് എക്സ്ട്രാ എഴുതി, ഒരു സന്തോഷം കൊണ്ട്. അപ്പോൾ
സാർ എന്ത് ലേഡി ടീച്ചർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉയർത്തി കാണിച്ചു ക്ലാസ്സിൽ. കണ്ടോ, നമ്മുടെ ഒരു പേര് പറഞ്ഞിട്ട് നമ്മുടെ മോനെ കണ്ട 4 പേജ് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നല്ല കുട്ടികൾ എന്ന് പറഞ്ഞപ്പോൾ പിറ്റേന്ന് സംഭവിച്ചെന്ന് അറിയോ, ആ 4.5 കോപ്പി മുഴുവനും എഴുതി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയിലെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് മെത്തേഡാണ്. ഏത് ഒരു ആണോ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുന്നത്, ഇറ്റ് വിൽ ബി റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഞാൻ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങൾ കുറേ ഒന്നും കഠിനമായിട്ട് ഒന്നും ചെയ്യേണ്ട, യു ജസ്റ്റ് ലവ് ദം, ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ ആ മക്കളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ മതി, നിങ്ങളെ മക്കൾ മാറും. നിങ്ങളെ മക്കൾ എന്നാണ് ഞാൻ പറയാം, സ്റ്റുഡൻസ് എന്നല്ല. ടീച്ചേഴ്സ് എന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് സ്റ്റുഡൻസ് ആയി തോന്നും, അന്ന് പണി നിർത്തണം. എന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കളായിട്ട് തോന്നും, അന്ന് പണി തുടങ്ങും വേണം. അങ്ങനെ സാധാരണ പറയാറുള്ളത്. അപ്പോൾ ഈ മക്കളുടെ കാര്യത്തിൽ സന്തോഷകരമായ കാണുന്ന ആ ഒരു സമയം കുറയുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒറിജിനൽ നടന്നൊരു സംഭവമാണ്. ഒരു ടീച്ചർ ആ ക്ലാസ്സിലുള്ള കുട്ടികളോട് മൊത്തത്തിൽ ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. എന്നിട്ട് നാളെ അത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. കൂട്ടത്തിൽ പറഞ്ഞു വൈ, എന്തുകൊണ്ടാണ്, എന്തോ ഒരു സംഭവം ആഗ്രഹിക്കുന്നു പറയുമല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നത് എന്നത് കൃത്യമായിട്ട് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു നിർദ്ദേശം കൂടി ഞാൻ ഇടയ്ക്ക് പറയട്ടെ കേട്ടോ, അത് പറയേണ്ടി വന്നതാണ്. ഇനി ആര് വരുമ്പോഴും ആരും അങ്ങോട്ട് വരുന്നവരെ നോക്കരുത്, ഇങ്ങോട്ട് തന്നെ നോക്കിയാൽ മതി. അതൊരു എന്താ പറയുക, എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. വരുന്നവർ വന്നോളൂ, ഇല്ല അതല്ല നല്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരാൾ വരുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി നോക്കാം. ജബ്ബാറാക്ക വരെയുണ്ട്, ആ ജബ്ബാറാക്ക വരെ ഇവിടെ ഇരിക്കുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് നോക്കാം, ജബ്ബാറാക്ക വന്നിട്ട് അവിടെ ഇരുന്നോളൂ. അതെന്താന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അജലത്ത് പാറ്റേൺ അതിന് പറയില്ല. ഞാനതിന് പേരിട്ടത് അജലത്തിന് അതീതിൽ വന്ന പദമാണ് തഅന്നി മിനല്ലാഹ് വ അജലത്തു മിന ശൈത്വാൻ. അജലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹേസ്റ്റ്നെസ് എന്നതിനോ, ഇംഗ്ലീഷിലാണ് നമ്മൾ ഹേസ്റ്റ്നെസ്. അതായത് നമ്മൾ ഇടപെടേണ്ടതാണെങ്കിലും ഇടപെടേണ്ടതല്ലെങ്കിലും ഒരു നോക്കാനുള്ളൊരു ത്വര. വേറെ എന്തോ ഒരു കാര്യം നടക്കുന്നതിനിടയിലാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ ഭാര്യൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ബിസിനസ് കച്ചവടം ഓർമ്മ, കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ ഭാര്യനെ ഓർമ്മ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ബീച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളൊക്കെ ഓർമ്മ. എന്താണോ അത് മാത്രം ഓർമ്മ ഇല്ലാത്തൊരവസ്ഥ. അത് മനുഷ്യന് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഗതിയുടെ ഏതൊരു കാര്യമായിക്കോട്ടെ, ഭൗതികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, അതിൻ്റെ ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിർണായകമായ ഒരു കാര്യം മൈൻഡ്ഫുൾനെസ് ആണ്. ഐ മീൻ ഹുളൂറുൽ ഖൽബ്. ഈ സംഗതി ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനും അതിൻ്റെ കൃത്യമായി ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ഭാര്യന് നിങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ഭർത്താവ് ഒരു ഭാര്യ ഭർത്താവിനോടൊരു കാര്യം ഇങ്ങനെ പറയാം, പിന്നെ ഇവിടെ നിങ്ങൾ ഭാര്യനെ എന്താ വിളിക്കല്, ഭാര്യ ഭർത്താവിന് എന്താ വിളിക്കല് ഈ നാട്ടിൽ? എന്താണ് മൂട് പോലൊക്കെ ഇരിക്കുമല്ലേ? അല്ല എന്നാലും അതൊക്കെ മൂട് പോലെ ഇരിക്കും. കോമൺ ആയിട്ട് വിളിക്കൽ എന്താണ്? പേര് വിളിക്ക ഏന്നാ പടച്ചോന ഇക്കാണ്ടാവോ? അഷ്റഫ് ഖാ. അഷ്റഫ് ഖാ എന്നൊക്കെ വിളിക്കുമോ? ഇക്കാന്ന് വിളിക്കുമോ? വിളിച്ചു കിട്ടിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാല്ലേ. അതായിക്കോട്ടെ, കുഴപ്പമില്ലേ. മലപ്പുറത്ത് പൊതുവെ കുറച്ചു കാലം ഇങ്ങനെ മൂപ്പര് ഇക്ക, പിന്നെ മൂപ്പര് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുട്ടികളെ വാപ്പ, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ആചാര്യ, കുറച്ചൊരു 55-60 വയസ്സ് കഴിഞ്ഞാൽ ആചാര്യ അങ്ങനെ ആചാര്യമ്പോൾ കൂടുതൽ ലാസ്റ്റ്. എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന വിഷയം എന്തായിരുന്നു? ചർച്ച എന്തായിരുന്നു? ഏത് ഈ അജലത്ത് അല്ലേ? അജലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മുടെ ശ്രദ്ധ ഇല്ലാതെ പോവാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുരുതരമായൊരു പ്രശ്നം. ഞാൻ വലിയ വിഷയം സംസാരിക്കില്ല, സാന്ദർഭികമായിട്ട് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വന്നാൽ നമ്മളിങ്ങനെ നോക്കി അയാളെങ്ങനെ കൊണ്ടുപോയി കസറിൽ ഇങ്ങനെ ഇരിക്കുന്നവരെ ഇങ്ങനെ നോക്കിക്കൂ. അത് നമ്മൾ നോക്കിയാറില്ലെങ്കിൽ അയാൾ വന്നോളും. സംഭവിക്കുന്നത് വെച്ചെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞു അല്ലേ, ഭാര്യ അതല്ലേ എന്നല്ലേ ഇതൊക്കെ അസ്രബക്കിലേക്ക് പോയി ഭാര്യ എന്നല്ലേ, ഭാര്യ നിങ്ങളോട് വർത്താനം പറയാമെന്ന് കൂട്ടി പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച നമുക്ക് മൂത്തമ്മാൻ്റെ മോളെ കല്യാണത്തിൻ്റെ അവിടെ പരിപാടി ഉണ്ട്, അവിടെ ഒന്ന് പോയാലോ? ആയിക്കോട്ടെ പോകാം. പിന്നെ നിങ്ങൾ നമുക്ക് അടുത്ത ഞായറാഴ്ച കുറച്ച് നേരത്തെ പോയാലോ? പോകാം. അല്ലെ പിന്നെ ഞാൻ ആയിക്കോട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മളിങ്ങനെ മൊബൈലിൽ തോണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഭാര്യയ്ക്കൊരു സമാധാനം ഉണ്ടാവുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? നമുക്ക് ലാസ്റ്റ് വേണമെന്താ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണില്ല ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് എന്ത് വേണ്ടതെന്ന് ഒഴിവാക്കിയിട്ട് മൊബൈലിൽ കട വെച്ചിട്ട് പ്രിയേ ഓക്കെ പറയൂ എന്താണ് വേണ്ടത്? ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ലേ? ഇതെന്താണ്? അൺഡിവൈഡഡ് അറ്റൻഷനാണ് ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ്, ഹുളൂറുൽ ഖൽബ്. സ്വഹാബത്ത് നിസ്കരിക്കുമ്പോൾ അമ്പൂരിക്കഴിഞ്ഞാലും അറിയുമായിരുന്നില്ല ചരിത്രം. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഈച്ചൻ്റെ പേരക്കുട്ടി അടുത്തു കൂടെ പോയാലും തിരിച്ചറിയും, നല്ല ശ്രദ്ധ ഉള്ളതുകൊണ്ട്. ഡിഫറെൻ്റ് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്തായിരുന്നു? നമ്മുടെ ചർച്ച എന്തായിരുന്നു? ഇത് ഇടക്കത്തിലേക്ക് വന്നതാണ് വിഷയം. നമ്മുടെ വിഷയം എന്തായിരുന്നു?
കുട്ടികളെ എവിടെ എത്തി? നമ്മൾ എന്ത് പോയിന്റ് ലാസ്റ്റ് പറഞ്ഞത്? ഒന്നിച്ച് ടുഗെദർനെസ്, ഒന്നിച്ചിരിക്കുന്ന സമയം കുറഞ്ഞു എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വിഷയത്തിന് വിട്ടുവരും. അപ്പോൾ നമ്മൾ ഒന്നിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഒന്നിച്ചിരിക്കുന്ന, കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന ആ ഒരു ക്വാളിറ്റിയുള്ള സമയത്തിൻ്റെ അഭാവം കുടുംബത്തിൽ വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ സ്വപ്നം കാണേണ്ട ഒരു ബെഡ്റൂം അല്ലെങ്കിൽ ഒരു വീട് എന്നൊക്കെ പറയുന്നത് ഡിവൈസുകൾ കൂടുതൽ വർക്ക് ചെയ്യാത്ത ഒരു കുടുംബം. അതിൻ്റെ അർത്ഥം ഒട്ടും സാധനം ഉപയോഗിക്കരുതെന്നല്ല. ഇന്നത്തെ കാലത്ത് ഇതെങ്കിലും നടന്നു കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ എന്നാണ്. കാരണം എല്ലാവരും പരാതി പറയുന്നു. ഞാൻ ഒരു കഥ പറയാൻ തുടങ്ങി. നേരത്തെ ഒരു കഥ തുടങ്ങിയില്ല, ഫുള്ളാക്കിയില്ലല്ലോ. ഏത് കഥ ഫുള്ളാക്കത്ത്? ഒരു ടീച്ചർ കുട്ടികളോട് പറഞ്ഞില്ല, നിങ്ങൾ ആരാവാൻ ആഗ്രഹിക്കുന്നു, ഭാവിയിൽ ആരാവാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് എന്നുള്ളത് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? മറന്നോ? എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ടീച്ചറുടെ എഴുതി കൊണ്ടുവന്നപ്പോൾ കുറേ കുട്ടികൾ പലതും എഴുതി കൊണ്ടുവന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു കുട്ടി എഴുതിയിരിക്കുന്നു അതിൽ, എനിക്ക് TV ആയാൽ മതി. ഒറിജിനൽ ഉണ്ടായ സംഭവം കേട്ടോ, അത് ഉണ്ടാക്കിയ കഥ അല്ലേ, കാരണം ഒറിജിനൽ സോഴ്സ് എനിക്കറിയാം. എനിക്ക് TV ആയാൽ മതി. അപ്പോൾ ടീച്ചർ എന്തോ ഒരു അത്ഭുതം, ഒരു എന്താ പറയുക, ഒരു അത്ഭുതമല്ല, എന്താ പറയുക, ഒരു കൗതുകം ഉണ്ടാവും എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ളൊരു ആഗ്രഹം. അപ്പോൾ താഴത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിച്ച് നോക്കിയിരിക്കുന്ന ഒരേ സാധനം TV ആണ്. അപ്പോൾ TV ആയാലും കുഴപ്പമില്ല, ഇനി എല്ലാവരും എന്നെ നോക്കുള്ളൂ, എനിക്കൊരു പരിഗണന കിട്ടുമല്ലോ, ശ്രദ്ധ കിട്ടുമല്ലോ എന്നാണ് കുട്ടി. അപ്പോൾ ഈ ടീച്ചർ ഭർത്താവിനോട് പറഞ്ഞു, പിന്നെ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്, വല്ലാത്തൊരു സങ്കടം തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചറുടെ ഭർത്താവ് സൗണ്ട് കുറച്ച് കൂട്ടിന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ, അത്ര വേണ്ട, ഇനി എല്ലാവരും കൂടി അങ്ങോട്ട് നോക്കണ്ട, ഒരു കുറച്ചോളൂ. നമ്മളങ്ങനെയാണ്, ഒരു ഫാൻ വർക്ക് ചെയ്യില്ലെങ്കിൽ നമ്മളിങ്ങനെ നോക്കും. ഇങ്ങനെ നമ്മൾ വിചാരിക്കും ഓൻ്റെ നോട്ടം കൊണ്ട് ഫാനാണ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുക. അതേപോലെ പരിപാടിൻ്റെ ഇടയ്ക്ക് മൈക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കും മൈക്കിൻ്റെ ആളെ അല്ല. അങ്ങനെയൊക്കെ ഒരു ഇതാണ് നമുക്കൊരു സ്റ്റുഡിയോ എൻ്റെ കാര്യം എന്താ പറയുക, ഹുളൂറുൽ ഖൽബില്ലാതെ ലദ്ദത്തുൽ ഇബാദത്ത് കിട്ടില്ല. എൻ്റെ അഭിപ്രായമല്ല, ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണത്. അത് ഗൗരവമുള്ള വിഷയമാണ്. അത് മാത്രമല്ല, ബോർഡിംഗ് പാസ് കിട്ടൂല സ്വർഗ്ഗത്തുകളിൽ. അത് കിട്ടണമെങ്കിൽ യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മയിന്ന കിട്ടണം. അതില്ലെങ്കിൽ സ്വർഗ്ഗത്തുകളിൽ ബോർഡിംഗ് പാസ് കിട്ടൂല. അപ്പോൾ ആ മുത്മയിന്നത്തിൻ്റെ വഴിയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു തടസ്സം അജലത്താണ് എന്ന് പണ്ഡിതന്മാർ എണ്ണിയിട്ടും ഉണ്ട്. ഒക്കെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പം എന്താ നമ്മൾ പറഞ്ഞിട്ട് എവിടെ എത്തിപ്പോൾ? ഏത്? അങ്ങനെ ടീച്ചറുടെ ഭർത്താവ് എന്ത് പറഞ്ഞു? ടീച്ചറുടെ ഭർത്താവ് കേട്ടോ വല്ലാത്ത സങ്കടം തന്നെ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതൊന്നും എന്ത് ചെയ്യണം, ആ കുട്ടിയുടെ പാരൻസിനെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് നമ്മൾ രണ്ടാളും തന്നെയാണ്. അപ്പോൾ ആ ടീച്ചറുടെ കുട്ടി ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം കുട്ടി എഴുതിയതാണിത്. ഇതെന്തിനാ പറഞ്ഞു തരാം, ഇത് വായിക്കുമ്പോൾ പോലും ഞാനും എൻ്റെ കുട്ടികളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്ന് റിലേറ്റ് ചെയ്യപ്പെടുന്നില്ല. എന്താ പ്രശ്നം? ഒരു സംഭവം അങ്ങനെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ എയറിലിട്ടിട്ടാണ് ചർച്ച ചെയ്യുക. കണക്ട് ചെയ്യണം. ഏതൊരു സാധനം കേൾക്കുമ്പോഴും ഞാനതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നത് കണക്ട് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു കാര്യം തീർത്ത് പറഞ്ഞുതരാം. മാതാപിതാക്കളുടെ കൂടെ ഒന്നിച്ച് തമാശ പറഞ്ഞ് പാട്ട് പാടി കളിച്ച് ചിരിച്ച് തോളത്ത് കൈയിട്ട് കുതിരക്കളിയും ആനക്കളിയും കളിച്ച് ഇങ്ങനെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾ വഴി തെറ്റാനുള്ള സാധ്യത അപൂർവമേ ഉള്ളൂ. ഇത് അങ്ങനെയല്ല. ബാപ്പുണ്ടോ വെച്ചാൽ ബാപ്പുണ്ട്, ഉമ്മണ്ടോ വെച്ചാൽ ഉമ്മണ്ട്, മക്കളുണ്ടോ വെച്ചാൽ മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം വല്ലാതെ കുറഞ്ഞു പോവാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, യാതൊരു സംശയമില്ല. ഇതിൻ്റെ അപകടങ്ങൾ ഒരുപാട് എണ്ണി പറയാനുണ്ട്. നേരത്തെ നമ്മളെ പ്രിൻസിപ്പൽ സാറ് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറയാനുണ്ട്. ഒന്നും വേണം ഞാൻ ഇപ്പോൾ പറയാം. അത് പ്രധാനപ്പെട്ട വിഷയം തന്നെ. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ, അത് പറയാൻ കാരണമുണ്ട്. ഇന്നും വന്നിട്ടുണ്ട് 2 കേസ് ഇൻസ്റ്റാഗ്രാം പ്രണയം. ഇത് 2 കേസ്. അത് അങ്ങനെയാണ്, കൺസൾട്ടിങ്ങിന് ഇരുന്നാൽ മാഷാ അല്ലാഹ് പ്രണയത്തിൻ്റെ കേസ് ഉണ്ടാവും. എനിക്ക് പ്രണയം എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കും, റസൂലുള്ളാഹിനോടാണോ എന്ന് ചോദിക്കും, മദീനത്തേക്കാണോ പ്രണയം എന്ന് ചോദിക്കും. ആണെങ്കിൽ ദ്വാരപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യമല്ലേ, റസൂലുള്ളാഹിനെ പ്രണയിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് ദ്വാരപ്പിച്ച് ഉത്തരം ഉണ്ടാവും. അതിനുവേണ്ടി ഞാൻ ദ്വാരപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ അതല്ല, പിന്നെ എന്താണ്, ഏതോ ഒരു ചങ്ങായിനോടൊരു പ്രണയമാണ്. പ്രണയത്തിന് കണ്ണും കാതുമില്ലല്ലോ. ഹബ്ബുക ഷൈഅൻ ഉമീമ യുസ്ലിം എന്നല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നഅം സറാ ത്വയ്ഫു മിൻ ഹുവ ഫറഖനി വൽ ഹബ്ബു യഅ്തറദു ലദ്ദാത ബിൽ അലമി. അതിന് ആ ഹദീസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ബുർദയിലെ ആദ്യത്തെ ബസ്സിലെ വരിയത്. അപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു വാക്ക് ഒന്നുകൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം, അത് കണക്ട് ചെയ്യണം ഇങ്ങോട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം പറഞ്ഞു ഓർമ്മ, തുടക്കത്തിൽ ഒരു പോയിന്റ് പറഞ്ഞു ഓർമ്മയുണ്ടോ? എന്താ പറഞ്ഞേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ടീച്ചിങ്സിൽ നിന്ന് മാറി കുറച്ച് പൈസയും
വിദ്യാഭ്യാസമൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു ജനറൽ ആവാൻ വേണ്ടിയുള്ള കുറേ ശ്രമങ്ങൾ നടത്തി. അപ്പോൾ പണി പാളിപ്പോയി പറഞ്ഞു. മനസ്സിലായോ? നമ്മൾ ഒരാളെ നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാനെ മാത്രമാണ്. നമ്മൾ വേറെ ജനങ്ങളെ പബ്ലിക്കായിട്ടുള്ള ഓനെന്താ വിചാരിക്കുക, മറ്റോനെന്താ വിചാരിക്കുക എന്നുള്ളത് നമ്മുടെ കൺസേൺ ആവേണ്ടതില്ല. ഞാൻ ഉദാഹരണം പറയാം, ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാം. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള സൗഹൃദത്തെ നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അല്ലാതെ പ്രോത്സാഹിപ്പിക്കാതെ പോയി ബന്ധം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് വിടുക എന്നല്ല, ആ ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്ന നിരുത്സാഹപ്പെടുത്തുന്നില്ല, അവിടെ പ്രശ്നം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫെമിനിസ്റ്റിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ലിബറലിസത്തിൻ്റെ ആളുകളോ, അതിലിപ്പോൾ എന്താ പ്രശ്നം? ആണും പെണ്ണും കൂടെ ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. ആകാശം ഇടിഞ്ഞു വീഴില്ല, വേറെ എന്തൊക്കെ ഇടിഞ്ഞു വീഴുക എനിക്കറിയില്ല. ഇത് ഗുരുതരമായ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ ആണും പെണ്ണും തമ്മിൽ സൗഹൃദത്തെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പിന്നെ അത്യാവശ്യം ദീനീബോധം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് തന്നെ ഇത്തരം കമൻസാണ് വരുന്നത്. ഒരാൺകുട്ടി, ഇപ്പം എൻ്റെ ഒരു പെങ്ങള് അപ്പുറത്തെ വീട്ടിൽ 4 വീട്ടിൽ അപ്പുറത്തെ പയ്യുണ്ടോ, അവൻ്റെ കൂടെ ഒന്ന് ബൈക്കുമ്പോൾ പോയി എന്താ പ്രശ്നം? എന്ത് പ്രശ്നമുണ്ടോ? അത്ര പ്രശ്നമുണ്ടോ? അത് നമ്മൾ പ്രശ്നമാക്കേണ്ടതുണ്ടോ? നമുക്കറിയുന്ന അപ്പുറത്തെ ജബറാക്കൻ്റെ മോനെ, ഓൻ എൻ്റെ പെങ്ങൾ അതേ ക്ലാസ് പിന്നെ കോളേജിലെ പഠിക്കുന്നത്, ഓൻ ഏതായാലും ബൈക്കുമ്പോൾ അങ്ങോട്ട് പോകണം. അവൻ്റെ ബൈക്കുമ്പോൾ ഒന്ന് പോയാൽ എന്തോ പ്രശ്നങ്ങൾ പ്രശ്നമുണ്ടോ? അല്ല, അതൊരു പ്രശ്നമാക്കേണ്ടതുണ്ടോ? ഈ പുതിയ കാലത്ത് 2023 കഴിയാൻ പോകണം. നിങ്ങൾ കാലമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ. പ്രശ്നമുണ്ടോ? അത് ഓരോരുത്തരിങ്ങനെ നോക്കുന്നുണ്ട്. ഇപ്പം എങ്ങോട്ടാ പോവാന്ന് പറയാൻ പറ്റില്ല. ഉണ്ട് പറഞ്ഞാലാണോ കുടുങ്ങുക, ഇല്ലാതെ പറഞ്ഞാലാണോ കുടുങ്ങുക, അതൊക്കെ അറിയില്ല. എന്താ പ്രശ്നം? അല്ലെങ്കിൽ എൻ്റെ പങ്ങൾ 2 ബസ് കയറി പോകണോ? എത്ര ഇടങ്ങാറാണോ? ഇത് ഓൻ്റെ ബെക്കിൽ കയറിയിട്ടൊന്ന് വള്ളക്കൊന്ന് പിടിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. സ്കൂളായിട്ട് എന്താ ഈ ബൈക്ക് അവിടെത്തു. അപ്പം ഞാൻ പറയാം, ഇത് ഒരു തുടങ്ങുന്ന ഒരു അസുഖത്തിൻ്റെ ഒരു സിംറ്റം പറയാം ഞാൻ. ഇപ്പം എന്താ പ്രശ്നമില്ലല്ലോ, പോയാൽ എന്താ പ്രശ്നം എന്നാണ് പറയുന്നത്. ഇത് ഒരു ഉദാഹരണമാണ്, ഇങ്ങനെയുള്ള പലതും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്താ പ്രശ്നം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നമില്ല. ഒരു ജനറലായ ഒരാൾ അഭിപ്രായം പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഫാന്റാസ്റ്റിക്, ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ, പോയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കൽ വേണ്ടത്. കാരണം വെച്ചാൽ നമ്മൾക്ക് സേഫായിട്ട് പോകാം. അത് നമ്മളൊന്നും പിന്നെ അയാൾ അഭിപ്രായം പറഞ്ഞിട്ട് ലാസ്റ്റിനോട് അല്ലേന്ന് ചോദിച്ചാണ്. അപ്പോൾ അതിനെ അവരോട് ഞാനീ പറഞ്ഞത്. എന്നിട്ട് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പോയി കിടക്കും, നല്ല കാര്യങ്ങൾ പറയുന്നത്. ഇനി അഥവാ അവരിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർക്കൊരു ജ്യൂസ് കുടിക്കാൻ പോയാൽ തോന്നിക്കഴിഞ്ഞാൽ അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അത് പറ്റില്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പം അങ്ങനെ ജ്യൂസ് കുടിക്കുന്നത് പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് അവർ കയറി ബസ് സ്റ്റോപ്പിൽ കയറി നിന്ന് അപ്പോൾ അവർ അവിടെ കയറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഇനി ഒരു ദിവസം ഏതായാലും ഡെയിലി ഇങ്ങനെ പോകുന്നതല്ല, ഒരു ദിവസം ബീച്ചിലേക്കൊന്ന് പോകാൻ തോന്നിയാൽ അതിന് നമ്മളെന്ത് ഒരു ഇടങ്ങാറാക്കാൻ പാടില്ല. 2024 ആയി തുടങ്ങിയില്ലേ. ഇനി അതല്ല അവർക്ക് ഇങ്ങനെ യാത്ര പോയിട്ട് ഒരു വയനാട്ടിലേക്ക് പോകാൻ തുടങ്ങി റൂം എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ആക്കാനൊക്കെ തോന്നിയാൽ അത് നമ്മളെന്ത് ചെയ്യാൻ മുടക്കാൻ പാടില്ല. അവസാനം ഇപ്പം എന്തെങ്കിലും വല്ല സമ്മാനം കിട്ടിയാൽ അത് ഏറ്റുവാങ്ങാനുള്ളൊരു മാനസികാവസ്ഥയും കൂടെ ഉണ്ടായാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇസ്ലാമിനൊരു പ്രത്യേകത ഉണ്ട്. ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ഇസ്ലാം തെറ്റിനല്ല ഇസ്ലാം ഇല്ലാതാക്കുക അല്ലെങ്കിൽ വിരോധിക്കുക, അതിലേക്കുള്ള വാതിലായിരിക്കും. അത് ഇസ്ലാമിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ നരകത്തിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അരക്കെട്ട് പിടിച്ചിട്ട്, ആ ക്ലോസ്നെസ് ആണ് പറഞ്ഞത്. അത് ഉമ്മത്തിന് അഹല്ല ഉമ്മത്തഹു ഫി ഹിർസി മില്ലത്തിഹി കല്ലൈതി ഹല്ല മഅൽ അശ്ബാലി ഫി അജ്മി. അത്രമാത്രം ഉമ്മത്തിന് ലഖജാവുക്കിൻ്റെ അർത്ഥോസ്താമാർ അവിടെ ചോദിച്ചിട്ട് എന്നെ വിവരമില്ലാത്ത ആൾക്കാർ, എന്നെ പോലെ വിവരമില്ലാത്ത ആൾക്കാർ പഠിച്ചാൽ മതി, മനസ്സിലാവും എത്രമാത്രമാണ് ഉമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ സ്നേഹിച്ചതെന്ന്. അവിടുന്ന് എല്ലാ സമയത്തും സംസാരിച്ച ഉമ്മത്ത് 24/7 സംസാരിച്ച ഉമ്മത്തിനെ കുറിച്ചാണ്. 24/7 ചിന്തിച്ചതും പ്രാർത്ഥിച്ചതും ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് ഒരു ദിവസം ഒരു അൺഡിവൈഡഡ് ഒരു 1 hour പോലും തിരിച്ച് റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിച്ച് സ്വലാത്ത് ചൊല്ലാൻ സമയമില്ലാത്ത ഒരു ദുർഗന്ധം വമിച്ച ഒരു അവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അല്ലാഹു നമുക്കൊരു മാറ്റത്തിനുള്ള ഒരു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആ മാറ്റത്തിന് ഇസ്തിഖാമത്തും നൽകട്ടെ. മാറ്റം പലപ്പോഴും ഉണ്ടാവേണ്ട 2 ആഴ്ച. നമ്മൾക്ക് എത്ര റമദാനിൽ നന്നായതാണ് നമ്മളൊക്കെ ഇല്ലേ? നമ്മൾ കുറേ റമദാനിൽ നന്നായവരല്ലേ? ദൈവത്തിഞ്ഞി പറയൂല പ്രതിജ്ഞ വരെ എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ചില പള്ളിത്തെ ക്ലാസ്സിലൊക്കെ ഇല്ലേ? പക്ഷെ എന്നിട്ട് നടന്നത് കുറേ നടന്നിട്ടുണ്ടാവും. ഇസ്തിഖാമത്താണ് ഏറ്റവും പ്രധാനം. ഈ കൺസിസ്റ്റൻസി എന്ന് പറയില്ലേ, അത് ഒരു സംഗതി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ കറാമത്തന്നെ ഇസ്തിഖാമത്താന്നാ പറയല്ലേ പണ്ഡിതന്മാർ. അത് ഉറച്ചു നിൽക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിക്കുള്ള ഒരു പ്രത്യേകത നമുക്കതിൽ വേണം.